السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനമുള്ള അറിവിൻ്റെ പുലരിയിലേക്ക് ഒരു ഇസ്ലാമിക കവാടം എന്ന ഈ മഹത്തായ കൂട്ടായ്മയിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടായ്മയുടെ കീഴിൽ നമ്മൾ ചെയ്യുന്നതായ സർവ്വ അമാലുകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളെ തൊട്ടും ആപത്ത് മുസീബത്തുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ കുടുംബത്തേക്ക് കാക്കുമാറാകട്ടെ. വിശുദ്ധമായ നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ളതായ ഏറ്റവും വലിയ മഹാനുഗ്രഹങ്ങളിൽ ഒരു മനുഷ്യന് ലഭിച്ചതായ ഏറ്റവും വലിയ നിധിയാണ് അവൻ്റെ സമയം എന്നുള്ളത്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സമയം ഒരു വാളാണ്. നമ്മൾ അതിനെ അങ്ങോട്ട് കയറി കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മെ വെട്ടിവീഴ്ത്തുമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചിന്തിക്കാനുള്ള ഒരു ഉപദേശമുണ്ട്. അതായത് നമ്മൾ സമയത്തിൻ്റെയല്ല, സമയം നമ്മുടെ അധീനതയിൽ വരണമെന്നാണ് ഈ ഉപദേശം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കണം. അല്ലാത്ത കാലത്തോളം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മുടെ ആയുസ് അങ്ങനെ കഴിഞ്ഞു പോകും. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമൊക്കെ ഇടപെട്ട് ജീവിക്കാനൊക്കെ നമുക്ക് കഴിയണം, അതിന് സാധിക്കണം, അതിന് ശ്രമിക്കണം. അനാവശ്യ കാര്യങ്ങളിൽ തലവെക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. അനാവശ്യമായ കാര്യങ്ങളിൽ തലവെക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും മുന്തിയ ഗുണങ്ങളിൽപ്പെട്ടതാണ് എന്ന് വിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സമയമൊക്കെ നമുക്ക് എവിടെയാണ് നഷ്ടപ്പെടുന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മുടെ സ്ക്രീൻ ടൈം നമ്മുടെ ഫോണിലൊന്ന് എടുത്തു നോക്കിയാൽ മതി, എത്രയുണ്ടാകും. ആ സ്ക്രീൻ ടൈമിൽ തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് എത്ര സമയമുണ്ട്? വെറുതെ അലക്ഷ്യമായി റീൽസും ഷോർട്സും നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് എത്ര സമയമാണ്? നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഉപകാരമില്ലാത്ത സമയങ്ങളാണ് നമ്മൾ മൊബൈലിൽ ചിലവഴിക്കുന്നത്. ഈ സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. സമയത്തെ കളഞ്ഞു കുളിക്കുന്ന 3 കാര്യങ്ങളെ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അതൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നഷ്ടപ്പെട്ട സമയം നമ്മിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. എന്നാൽ സംഭവിച്ചു പോയ കാര്യങ്ങളിൽ അബദ്ധങ്ങളും പാപങ്ങളും ഒക്കെ ഓർക്കണം, അതിനെക്കുറിച്ച് നമുക്ക് ഖേദിക്കണം. അതൊരു വിശ്വാസിയുടെ അടിസ്ഥാന ഗുണം തന്നെയാണ്. അതല്ലാതെ നമ്മുടെ ഭാവിയിലേക്കോ ഇനിയൊരു കാര്യത്തിലേക്കോ ഒരു ഉപകാരവുമില്ലാത്ത നഷ്ടബോധവും അതിൻ്റെ പുറത്തുള്ള സങ്കടങ്ങളൊക്കെ എന്താണ്? അനാവശ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിൽ നമ്മൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. തുഹ്സിൻ ഫീമാ ബഖിയ, നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളതിനെ നീ ഭംഗിയാക്കാൻ ശ്രമിക്കുക. നമുക്ക് 60 വയസ്സായി, ഇനി അല്ലെങ്കിൽ പ്രായം ഒരുപാടായിട്ടുണ്ട്, ഇത്ര കാലം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. തുഹ്സിൻ ഫീമാ ബഖിയ, നിന്റെ ജീവിതത്തിൽ നിന്ന് ബാക്കിയുള്ള സന്ദർഭങ്ങളെ നീ മനോഹരമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവിടത്തേക്കുള്ള അമാലുകളെ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഭംഗിയാക്കണം. നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയണം. മറ്റൊന്ന്, രണ്ടാമതായി ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, സ്വന്തത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് എന്നാണ്. കാരണം അതിലൊരു പ്രയോജനവുമില്ല. മറ്റൊരാളുടെ അറിവും തൗഫീഖും കൊണ്ട് അതുപോലെ എനിക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അവന് ലഭിച്ച അനുഗ്രഹങ്ങളിൽ അത് നമ്മൾ അസൂയ തോന്നുകയോ നമുക്ക് ലഭിക്കാത്തതിൽ നമ്മൾ നിരാശ പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഈ ലോകത്തിൻ്റെ മനോഹരം എന്ന് പറയുന്നത് തന്നെ വ്യത്യാസങ്ങളാണ്. അതിൽ പണക്കാരനുണ്ടാകാം, പാവപ്പെട്ടവരുണ്ടാകാം, മുതലാളിമാരും തൊഴിലാളിമാരും, വെളുത്തവരും കറുത്തവരും, പല ജാതികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തരാവുക എന്നുള്ളത് ഒരു മനോഹരമായ മഹത്തായ സ്ഥാനത്തേക്ക്
നമ്മെ എത്തിക്കാനുള്ളതായ ഒരു കാരണമാണ്. മറ്റൊന്ന്, മൂന്നാമതായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അതൊരിക്കലും സംഭവിക്കുന്നതല്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല. കാരണം വ്യത്യസ്തമായ താല്പര്യങ്ങളും ജീവിതാനുഭവങ്ങളൊക്കെയാണ് പല മനുഷ്യർക്കും. ഒരേ കാര്യത്തിൽ പ്രിയം തോന്നുക എന്നുള്ളത് അസാധ്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഈ ശരി എന്ന് തോന്നുന്നത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾക്ക് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഇസ്ലാം ശരീഅത്തുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക പെരുമാറ്റച്ചട്ടമുണ്ട്. അതിൻ്റെ ആ ചട്ടക്കൂടിൽ ഭദ്രമായത് കൊണ്ട് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അമാലുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ മൂന്ന് സ്വഭാവങ്ങളും നമ്മുടെ സമയങ്ങളെ അനർഘമായിട്ടുള്ള നിമിഷങ്ങളെ കവർന്നെടുക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അല്ലാതെ യാതൊരു പ്രയോജനവുമില്ലാതെ നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ വിലപ്പെട്ടതായി നൽകിയതായ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഏതായാലും നമ്മൾ ഈ ആഴ്ചയിൽ ഒരുപാട് ദിക്റുകൾ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർദ്ദേശിച്ചതായ ദിക്റുകളും ഇസ്തിഗ്ഫാറും ഒക്കെ ഒരുപാട് ആളുകൾ ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കുടുംബാംഗമായിട്ടുള്ള ഈ കൂട്ടായ്മയിലെ നമ്മുടെ തങ്ങളുമായിട്ടൊക്കെ ഹാദിമായി അവിടുത്തെ തങ്ങളുമായൊക്കെ സഹകരിച്ചിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞോയി മുസ്ലിയാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പേരിൽ നമ്മൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മിസ്ലെ സവാബിനെ അവരുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ ഹബീബിനോടുകൂടെ പ്രവേശിക്കുന്നവരിൽ അവരെ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ മാമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ചയിൽ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയതായ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അവരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതി നമുക്ക് ഇഖ്ലാസ് ഓതി ദുആ ചെയ്യാം. إلى حضرة النبي سيدنا محمد المصطفى صلى الله عليه وسلم وإلى حضرة سائر أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه إلى حضرة النبي سيدنا محمد المصطفى صلى الله عليه وسلم
وإلى حضرة آبائه وإخوانه من الأنبياء والمرسلين وإلى حضرة سائر الأولياء والعلماء والشهداء والزهاد والصالحين وإلى حضرة سائر قدس الله أسرارهم وعلى درجاتهم في الدارين اللهم أمدنا بمددهم وانصرنا بنصرتهم واحمنا بحمايتهم واحفظنا بحفظهم يا رب العالمين اللهم بحقهم اللهم بحقه الله ويرى اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. അള്ളാഹുവേ, രാജാതിരാജനായ തമ്പുരാനെ, വിശുദ്ധമായി കൂട്ടായ്മയിടയ്ക്കിൽ ഞങ്ങൾ ചെയ്തതായ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ജീവിതത്തിൽ ധാരാളം ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ട്. ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും ചെയ്തതായ സർവ്വ തെറ്റുകളും നീ പുറത്തു നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാ. പാപങ്ങളെ കൊണ്ട് ഇരുണ്ടതായ ഹൃദയം നീ വെളിച്ചമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ധാരാളം നന്മകൾ ചെയ്യുന്നതായ ഹൃദയം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. തിന്മയെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കണേ അല്ലാ. സന്മാർഗികളുടെ പാതയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ റഹ്മാനെ. സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ കണ്ണിനെ, കാതിനെ, കാലിനെ, കൈയിനെ റബ്ബേ തിന്മയെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. മോശമായത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ല അല്ലാ. മോശമായതിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കല്ല റഹ്മാനെ. സർവദോഷങ്ങളും നീ പുറത്തു നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ പാപങ്ങളും നീ പുറത്തു നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ചെയ്തതായ ദോഷങ്ങൾ കാരണത്താൽ ഞങ്ങൾ നീ മാരകമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ടും കാക്കണേ റഹ്മാനെ. എല്ലാവിധ ശർറിനെ തൊട്ടും നീ കാക്കണേ അല്ലാ. റബ്ബേ, എന്തൊക്കെ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റഹ്മാനെ അതിനൊക്കെ പരിഹാരം നൽകണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ റഹ്മാനെ. വിഷമങ്ങൾ നീക്കിത്തരണേ സുബ്ഹാനെ. ഖൈറായ ജീവിതം നൽകണേ റബ്ബേ. സുഖവും സന്തോഷവും ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. പ്രയാസങ്ങൾ നൽകല്ല അല്ലാ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നതായ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. എന്തൊക്കെ പ്രയാസങ്ങളാണെങ്കിലും റബ്ബേ ആഫിയത്ത് നൽകണേ റഹ്മാനെ. റബ്ബേ, ഒരാളുടെ മുന്നിലും പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ കുടുംബത്തെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹു അതനുഭവിക്കുന്നവർക്ക് റബ്ബേ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബേ, മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ലാ. പേരറിയാത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. ധാരാളം സമ്പാദ്യങ്ങൾ ചെലവഴിക്കുന്ന രോഗങ്ങൾ ഞങ്ങളെ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. റബ്ബേ, സുഖവും സന്തോഷവും ജീവിതത്തിലുടനീളം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഏർപ്പെടുന്ന മേഖലയിലൊക്കെ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ കച്ചവടത്തിൽ, സമ്പത്തിൽ, സമ്പാദ്യത്തിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടത്തിലും ജോലിയിലൊക്കെയുള്ള പ്രയാസങ്ങൾ നീ തട്ടിമാറ്റണേ അല്ലാ. റബ്ബേ, ഖൈറായ രീതിയിലെല്ലാം ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ, മക്കളിൽ, ഭാര്യമാരിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ റബ്ബേ സന്തോഷവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഇസ്സത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അത് വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കത് വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ വീടങ്ങളൊക്കെ സന്തോഷത്തിൻ്റെ ഇടങ്ങളാക്കണേ റഹ്മാനെ. വീട് പണി പൂർത്തിയാക്കാനുള്ളവർക്ക് റബ്ബേ അതിൻ്റെ വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അതിനുള്ള സമ്പത്തും സമ്പാദ്യവും ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനെ, വിവാഹം ശരിയാവാത്തതായ യുവാക്കൾ റഹ്മാനെ യോജിച്ചതായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരു ഹൈറായ കുടുംബജീവിതം നൽകണേ റഹ്മാനെ. ദാമ്പത്യ ജീവിതങ്ങളൊക്കെ റഹ്മാനെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ.
ദീനിന് ദുനിയാവിന് ഉപകരിക്കുന്ന മക്കളെ നൽകണേ റഹ്മാനെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് റബ്ബേ സുഖപ്രസവം നൽകണേ റഹ്മാനെ. അള്ളാഹുവിനോട് മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദീനിന് ദുനിയാവിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഒരു പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവർ നീ കൊണ്ടെത്തിക്കല്ല റഹ്മാനെ. ഒരു മോശമായ കാര്യങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ദീനിൻ്റെ വഴിയിൽ അവരെ നീ സഞ്ചരിപ്പിക്കണേ റഹ്മാനെ. റബ്ബേ, അവർക്ക് ഒരു മോശമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലത്തിൻ്റെ പ്രയാസങ്ങൾ അവർ നീ കൊണ്ടെത്തിക്കല്ല അല്ലാ. അവരെ പഠനത്തിലൊക്കെ റഹ്മാനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയുമുള്ള മക്കളാക്കണേ അല്ലാ. നാളെ സമുദായത്തിന് നേതൃത്വം നൽകാനുള്ള കഴിവ് അവർക്കൊക്കെ നീ നൽകണേ അല്ലാ. റബ്ബേ, അവിടെ ഇൽമിലിനൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. റബ്ബേ, മക്കളുടെ സ്വഭാവം നീ ശരിയാക്കണേ അല്ലാ. റബ്ബേ, മോശമായ സ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നതായ മാതാപിതാക്കൾ റബ്ബേ നല്ല മക്കളാക്കണേ അല്ലാ. മക്കളെ റബ്ബേ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ മുറാദുകൾ റബ്ബെ മനസ്സിലുള്ളവരാണ്. അള്ളാഹു എല്ലാം നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ റബ്ബേ. ഒരുപാട് ആൾ പല ഉദ്ദേശങ്ങളെ കൊണ്ടാണ് ദിക്റുകൾ ചൊല്ലിയിട്ടുള്ളത്, ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുള്ളത്. റഹ്മാനെ, അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. റബ്ബേ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും വിശുദ്ധമായ മക്കയും മദീനയും സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ റഹ്മാനെ. അള്ളാഹു, അവസാനം മരിക്കുന്നതിന് മുമ്പായി ഹബീബിൻ്റെ ചാരത്തുനിന്ന് സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഹബീബിനെ ഞങ്ങൾക്ക് നീ സ്വപ്നത്തിൽ കാണിക്കണേ അല്ലാ. അള്ളാഹുവേ, അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, റോഡരികിൽ കിടന്നുകൊണ്ട് ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ കിടന്നുകൊണ്ടുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഒരാൾക്കും പ്രയാസമാവാതെ നല്ല രീതിയിൽ മരണപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബേ, രോഗികളായിക്കൊണ്ട് ഞങ്ങളെ നീ കിടത്തല്ല അല്ലാ. അള്ളാഹുവേ, ഹബീബിനോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയതായ ഞങ്ങളുടെ സഹോദരൻ കുഞ്ഞായി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുടെ ഉമ്മാമ, അള്ളാഹുവേ, അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവരെ ഞങ്ങൾ നീ ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളോടൊപ്പം അവരെ ഞങ്ങൾ നീ ചേർക്കണേ റബ്ബേ. ജീവിതത്തിൽ വന്നതായ സർവ്വദോഷങ്ങൾ റബ്ബേ, സർവ്വദോഷങ്ങളും അവർക്ക് ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാ. اللهم احفظنا واحفظ أهلنا في كنفك وحفظك وأمانك وعيادك من كل شيطان مريد وجبار عنيد وشر كل ذي شر وبغي كل ذي بغي وحسد حاسد وسحر ساهر يا عزيز يا متعال. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.